ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വതി. ഞാനിന്ന് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ, അതായത് ജപ്പാനിലെ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജപ്പാനിൽ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പഠിക്കാം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ. ലാൻഡ് ഓഫ് മൾട്ടി പർപ്പസ് സൊസൈറ്റീസ്. ജപ്പാൻ അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് മൾട്ടി പർപ്പസ് സൊസൈറ്റി എന്നാണ്. അതായത് ജപ്പാനിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ സംഘങ്ങളിൽ കൂടുതലും മൾട്ടി പർപ്പസ് സൊസൈറ്റീസ് ആണ്. വിവിധോദ്ദേശ സഹകരണ സംഘങ്ങളാണ് ജപ്പാനിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ സംഘങ്ങളിൽ കൂടുതലുള്ളതും. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർ ദ സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻ ഓഫ് ജപ്പാൻ. കോപ്പറേറ്റീവ് ലോ ഓഫ് ജപ്പാൻ എസ്റ്റാബ്ലിഷ് ഇൻ 1900. ജപ്പാനിൽ കോപ്പറേറ്റീവ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1900 ആണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ ടൊയോഹിഗോ ഗഗാവ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടൊയോഹിഗോ ഗഗാവയാണ്. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് ടൊയോഹിഗോ ഗഗാവയാണ്. അദ്ദേഹം ജനിച്ചത് 1888 ജാപ്പനീസ് ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജാപ്പനീസ് ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പയനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് സൺ ടോക്കിയോ നിനോമിയയാണ്. സൺ ടോക്കു നിനോമിയയാണ് പയനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ സ്റ്റാർട്ടഡ് ഇൻ ദ മിഡിൽ ഓഫ് 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെയാണ് ജപ്പാനിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഇൻ ജപ്പാൻ ഈസ് 3 tier. അതായത് ത്രിതല സംവിധാനത്തിലാണ് ജപ്പാനിലെ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഫസ്റ്റ് അഡോപ്റ്റഡ് ബൈ ജപ്പാൻ. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത് ജപ്പാനാണ്. കൊണ്ടുവരുന്ന അമേരിക്കയാണ്, അഡോപ്റ്റ് ചെയ്യുന്നത് ജപ്പാനാണ്. ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ സ്റ്റാർട്ടഡ് ഇൻ 1879. ജപ്പാനിലെ കൺസ്യൂമർ സ്റ്റോർ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് 1879. ഫസ്റ്റ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഇൻ ജപ്പാൻ കോ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ, ജപ്പാനിലെ ആദ്യത്തെ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ അറിയപ്പെടുന്നത് കോ എന്നാണ്. കോ ഓൾസോ കോൾഡ് മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം. കോ മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീം എന്നും അറിയപ്പെടാറുണ്ട്. ക്രിയേറ്റഡ് ബൈ നിരോമിയ കിൻഗരോ. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഈ കോ എന്ന ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ബൈ നിരോമിയ കിൻഗിരോ. സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് കോ ആണ് കോ ടോക്കു. അപ്പോൾ ഫസ്റ്റ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ജപ്പാൻ കോ എന്നാണ് അറിയപ്പെടുന്നത്. മ്യൂച്വൽ അസിസ്റ്റൻസ് സ്കീമും ഇതറിയപ്പെടുന്നുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണ് നിരോമിയ കിൻഗിരോ. സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് കോ ആണ് കോ ടോക്കു. ഇനി ജപ്പാനിലെ പ്രധാനപ്പെട്ട മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫിഷറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഫോറസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. The Consumer Cooperative Act of Japan passed in 1938. The Consumer Cooperative Act of Japan passed in 1938. 1938 കൺസ്യൂമർ കോപ്പറേറ്റീവ് ആക്ട് ജപ്പാനിൽ പാസ്സാക്കിയത്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഓഫ് ജപ്പാൻ എസ്റ്റാബ്ലിഷ് ഇൻ 1949. പാസ് സെപ്പറേറ്റ് ഫിഷറീസ് കോപ്പറേറ്റീവ് ലോ ഇൻ 1932. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ആണ്
സെൻഗിയോറൻ എന്നറിയപ്പെടുന്നത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് അറിയപ്പെടുന്നത് സെൻഗിയോറൻ എന്നാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1949 ജാപ്പനീസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് നോൺ ആസ് നെക്സിക്കോ. ജാപ്പനീസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ അറിയപ്പെടുന്നത് നെക്സിക്കോ എന്നാണ്. മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഹോപ്പ് ടോക്കു ഷാ. മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ അറിയപ്പെടുന്നത് ഹോപ്പ് ടോക്കു ഷാ എന്നാണ്. ഇതിൻ്റെ ലീഡറാണ് സൺ ടോക്കു നിനോമിയ. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് CUAC. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അറിയപ്പെടുന്നത് CUAC എന്നാണ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് സെൻനോക്ക്. എന്താണ്? അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് സെൻനോക്ക്. ഫൗണ്ടഡ് ഇൻ 1972. ജാപ്പനീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് JCCU. ജാപ്പനീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് JCCU. ഇനി ജപ്പാനിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ ഏതെല്ലാമായിരുന്നു എന്ന് നോക്കാം. ഹൈഗോ കോപ്പറേറ്റീവ് ലേബർ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1950 ഹൈഗോ കോപ്പറേറ്റീവ് ലേബർ ബാങ്ക്. അടുത്തതാണ് ഹൈപ്പോത്തിക്ക ബാങ്ക്. മൂന്നാമത്തേതാണ് നോറിൻ ചുങ്കിൻ ബാങ്ക്. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂണികോപ്പ് ജപ്പാൻ. എന്താണ് യൂണികോപ്പ് ജപ്പാൻ? യൂണികോപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫിഷറീസ് കോപ്പറേറ്റീവ് ഇൻ ജപ്പാൻ ടു കണ്ടക്ട് ഫോർ ഫോറിൻ ട്രേഡ്. അതായത് 1961 യൂണികോപ്പ് ജപ്പാൻ ആരംഭിക്കുന്നത്. എന്താണ്? വിദേശ രാജ്യങ്ങളുമായിട്ട് കച്ചവട ഇടപാട് നടത്തുന്നതിന് ജപ്പാനിലെ കാർഷിക, വ്യാവസായിക, മത്സ്യ, വനവിഭവ സഹകരണ സംഘങ്ങൾ ചേർന്നിട്ട് 1961 രൂപീകരിച്ച സ്ഥാപനമാണിത് യൂണികോപ്പ് ജപ്പാൻ എന്ന് പറയുന്നത്. എന്താണ്? വിദേശ രാജ്യങ്ങളുമായി കച്ചവട ഇടപാട് നടത്തുന്നതിന് ജപ്പാനിലെ കാർഷിക, വ്യാവസായിക, മത്സ്യ, വനവിഭവ സഹകരണ സംഘങ്ങൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ചേർന്നിട്ട് 1961 രൂപീകരിച്ച സ്ഥാപനമാണ് യൂണികോപ്പ് ജപ്പാൻ. ധാന്യങ്ങൾ, ധാതുക്കൾ, രാസവസ്തുക്കൾ അല്ലെങ്കിൽ മറ്റു ഭക്ഷ്യ സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുകയും പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സിമൻറ്റ് തുടങ്ങിയവയൊക്കെ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. അമേരിക്ക, ചൈന, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് വ്യാപാരം നടത്തിയിരുന്നത്. ഇന്ത്യയിൽ എന്താണ്? ഡൽഹിയിൽ യൂണികോപ്പ് ജപ്പാൻ്റെ ഒരു ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് യൂണികോപ്പ് ജപ്പാനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ കാർഷിക സഹകരണ സംഘങ്ങൾ. ജപ്പാനിലെ ഈ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് സ്പെഷ്യൽ പർപ്പസ് സൊസൈറ്റി എന്നും മൾട്ടിപർപ്പസ് സൊസൈറ്റി എന്നും നമുക്കിതിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഈ സ്പെഷ്യൽ പർപ്പസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ഓൺലി വൺ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. ഇതിൽ ഹോർട്ടിക്കൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും സെറികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ആണ് ഈ സ്പെഷ്യൽ പർപ്പസ് സൊസൈറ്റികൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി മൾട്ടിപർപ്പസ് സൊസൈറ്റികൾക്ക് എക്സാമ്പിളാണ് കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ. ഇതൊരു 3 ടയർ സ്ട്രക്ചറാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും താഴത്തെ ലെവലിൽ പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികളും രണ്ടാമത്തെ അതിൻ്റെ തൊട്ട് മുകളിൽ സഹകരണ ഫെഡറേഷനുകളും ദേശീയ തലത്തിൽ കേന്ദ്ര സഹകരണ സംഘങ്ങളുമായിരിക്കും പ്രവർത്തിക്കുന്നത്. Nokioke is a special type of agricultural cooperative society developed during the time of Second World War. First sericulture cooperative in Japan was organized in 1878. First sericulture cooperative in Japan was organized in 1878. ഇനി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ ലോ പാസ്സാക്കിയത് 1947 അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ ലോ ജപ്പാനിൽ പാസ്സാക്കുന്നത് 1947. ഇനി അഗ്രികൾച്ചറൽ
വായ്പാ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സപ്ലൈ ഓഫ് ക്രെഡിറ്റ്, അതായത് വായ്പാ വിതരണം. കർഷകർക്ക് എന്താണ് ആവശ്യത്തിന് വേണ്ട വായ്പകൾ നൽകുന്നു. കൂടുതലായിട്ട് എന്താണ് ഹ്രസ്വകാല വായ്പകളാണ് നൽകുന്നത്. അടുത്തതാണ് മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സ്, അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം. അടുത്തതാണ് കളക്ഷൻ ഓഫ് ഡിപ്പോസിറ്റ്, അഥവാ നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നത്. പ്രവർത്തനത്തിന് ആവശ്യമായ പണം നിക്ഷേപങ്ങളിലൂടെയാണ് ബാങ്കുകൾ സ്വരൂപിക്കുന്നത്. സംഘങ്ങളുടെ നിക്ഷേപ സമാഹരണം എന്ന് പറയുന്നത് ധാന്യ സംഭരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ജപ്പാനിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ മിച്ചം എന്താണ് സർക്കാരിന് വിൽക്കണമെന്ന് നിയമത്തിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഈ സർക്കാർ എന്ത് ചെയ്യും, ഈ മിച്ചം വരുന്ന നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കും. അങ്ങനെ നെല്ലിൻ്റെ വില എന്താണ് കർഷകൻ്റെ നിക്ഷേപ കണക്കിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഘത്തിന് ലഭിക്കേണ്ട വായ്പാ തുക ഇതിൽ നിന്ന് ഈടാക്കുകയും മിച്ചം വരുന്ന തുക എന്താണ് അവർക്ക് ആവശ്യമുള്ളപ്പോൾ പിൻവലിക്കുന്നതിന് വേണ്ടി അക്കൗണ്ടുകളിൽ ചേർക്കുകയുമാണ് ചെയ്യുന്നത്. അടുത്തതാണ് സപ്ലൈ ഓഫ് ഫാം ആൻഡ് ഹൗസ് ഹോൾഡ് കോമഡിറ്റീസ്, അതായത് കാർഷികോപകരണങ്ങളുടെയും ഗാർഹികോപകരണങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വിപണനം. അടുത്തതാണ് അംഗങ്ങൾക്ക് വേണ്ടി മണ്ണ് പരിശോധന നടത്തി, കൂടാതെ എന്താണ് വിവിധ തരത്തിലുള്ള കൃഷി രീതികളെക്കുറിച്ചും വളപ്രയോഗങ്ങളെക്കുറിച്ചുമെല്ലാം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. കൂടാതെ അംഗങ്ങൾക്ക് എന്താണ് വൈദ്യസഹായം ആവശ്യമായി വരുമ്പോൾ അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി കൺസ്യൂമർ കോപ്പറേറ്റീവ് അസോസിയേഷൻ ലോ പാസ്സാക്കിയത് 1948. കൺസ്യൂമർ കോപ്പറേറ്റീവ് അസോസിയേഷൻ ലോ പാസ്ഡ് ഇൻ 1948. കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് ലോ പാസ്സാക്കിയത് 1948. ഫിഷറീസ് കോപ്പറേറ്റീവ് ലോ 1948. ഈ 3 ലോയും 1948 പാസ്സാക്കുന്നത്. ഇനി അടുത്താണ് ഫോറസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഫോറസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 2 ടൈപ്പ് ഓഫ് അസോസിയേഷനുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്നാണ് ഫോറസ്ട്രി ജോയിൻറ്റ് ഫെസിലിറ്റി അസോസിയേഷനും 2 ഫോറസ്ട്രി പ്രൊഡക്ഷൻ അസോസിയേഷനുമാണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്ന 2 അസോസിയേഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ജപ്പാനിലെ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള പ്രധാന കാര്യങ്ങൾ? ലാൻഡ് ഓഫ് മൾട്ടിപർപ്പസ് സൊസൈറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് ലോ ജപ്പാനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1900 ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ അറിയപ്പെടുന്നത് ടൊയോഹിഗോ കഗാവയാണ്. അദ്ദേഹം തന്നെയാണ് ജാപ്പനീസ് ഗാന്ധി എന്നും അറിയപ്പെടുന്നത്. പൈനിയർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ സൺ ടോക്കു നിനോമിയാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ സ്റ്റാർട്ടഡ് ഇൻ ദ മിഡിൽ ഓഫ് 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെയാണ് ജപ്പാനിൽ കോപ്പറേറ്റീവ് സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഇൻ ജപ്പാൻ ഈസ് 3 tier. ത്രിതല സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഫസ്റ്റ് അഡോപ്റ്റഡ് ബൈ ജപ്പാൻ. ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ സ്റ്റാർട്ടഡ് ഇൻ 1879. ഫസ്റ്റ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ഇൻ ജപ്പാൻ കോ എന്നാണ് അറിയപ്പെടുന്നത്. അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫിഷറി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫോറസ്ട്രി കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇവയൊക്കെയാണ് ജപ്പാനിലെ പ്രധാന കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് ആക്ട് ഇൻ ജപ്പാൻ പാസ്ഡ് ഇൻ 1938. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ഓഫ് ജപ്പാൻ എസ്റ്റാബ്ലിഷ് ഇൻ 1949. ഫിഷറി കോപ്പറേറ്റീവ് ലോ ഇൻ 1932. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ആണ് സെൻചിയോറൻ എന്നറിയപ്പെടുന്നത്. ജാപ്പനീസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ ആണ് നെക്സിക്കോ. മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ് ഹോപ്പ് ടോക്കു ഷാ. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് CUAC. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് സെൻ നോഹ്. ജാപ്പനീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് JCCU. ഇനി പ്രധാന ബാങ്കുകളാണ് ഹൈഗോ കോപ്പറേറ്റീവ് ലേബർ ബാങ്ക്, ഹൈപ്പോത്തിക്ക ബാങ്ക്, നോറിൻ ചുങ്കിൻ ബാങ്ക്.
ഇനി യൂണിക് ഓഫ് ജപ്പാൻ സ്റ്റാർട്ടായത് 1961 അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സ്പെഷ്യൽ പർപ്പസ് സൊസൈറ്റീസ് എന്നും മൾട്ടിപർപ്പസ് സൊസൈറ്റീസ് എന്നും രണ്ടായി തരംതിരിക്കാം. നോക്കിയോക്കെ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് സെറികൾച്ചർ കോപ്പറേറ്റീവ് ഇൻ ജപ്പാൻ വാസ് ഓർഗനൈസ്ഡ് ഇൻ 1878. Agricultural Cooperative Association law passed in 1947. Forestry Cooperative Society, two type of associations ഉണ്ട്. Forestry Joint Facility Association, Forestry Production Association. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുകൂടാതെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്, ജപ്പാൻ, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളുടെയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് മുന്നേ ഇതൊക്കെ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്